നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പശ്ചിമേഷ്യൻ സംഘർഷം വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ ശരിക്കും ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഇവിടെ പാചകവാതക ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി കരിഞ്ചന്തയിൽ ഗ്യാസ് പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ യെസ്മ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഒരു അവശ്യ സാധന വസ്തുവായിട്ട് ഈ പറയുന്നത് പോലെ ഗ്യാസ്, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ ലഭ്യത വരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ അതുപ്രകാരം കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് 5 സിലിണ്ടറിൽ കൂടുതൽ ഒരു ഗാർഹിക ആവശ്യത്തിനുള്ള ഒരാളുടെ കയ്യിൽ വയ്ക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ട്. 5 സിലിണ്ടർ കൂടുതൽ, നമ്മളൊക്കെ 2 ഉപയോഗിക്കുന്നത് സാധാരണ പറയാണ്. 5 സിലിണ്ടർ കൂടുതലൊന്നും നമ്മുടെ കയ്യിൽ വയ്ക്കാനുള്ള അവസരമില്ല. രണ്ടാമത്, ഒരു ഗ്യാസ് തീർന്ന് അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള 25 ദിവസമാക്കി മാറ്റിയിരിക്കുകയാണ്. 25 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഗാർഹിക ആവശ്യത്തിന് വാങ്ങിക്കുന്ന ഗ്യാസിനെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും നടപടികൾ കണ്ടാൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ പറ്റും. അതുകൊണ്ട് അത്തരം പ്രവണതകൾ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഗ്യാസ് ഇപ്പം പല സ്ഥലങ്ങളിലും കേട്ടതാണ്, അവര് ബുക്കിംഗ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പം ഗ്യാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത്തരം കാര്യം നമ്മൾ വച്ചുകൊണ്ടിരിക്കാൻ ഒരു കാരണവശാലും മുന്നോട്ട് പോകും. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടും കംപ്ലൈന്റ് ചെയ്യാം. പിന്നെ ഗ്യാസിന് വില കൂടിയാലും ഞാൻ നേരത്തെ പറഞ്ഞു, 60 രൂപ കൂടിയത് 922 രൂപയാണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. നമുക്കിനി പെട്രോൾ പോലുള്ള കാര്യങ്ങൾക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിലവിൽ വലിയ പ്രതിസന്ധി ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോയാൽ അത്തരം പ്രതിസന്ധികൾ ഉണ്ടാവും. അപ്പൊ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ നേരിട്ട് ബാധിക്കും. നമ്മൾ വിചാരിക്കും നമുക്ക് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരിക്കലുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ നേരിട്ട് ബാധിക്കാതെ തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഓരോ കാര്യത്തിനും ഇനി വില കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവസാനിച്ചാൽ നമുക്ക് വളരെ സേഫായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നതും അമേരിക്ക എന്ന് പറയുന്നതും ഇന്ത്യയോട് നല്ല അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രമാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് ഇത് തീർക്കുവാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, മറ്റുള്ള രാഷ്ട്രങ്ങളെക്കാട്ടി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിൽ ശക്തമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.